അസ്സലാമലൈക്കും. ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് റെസിപ്പിയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് ഒരു പ്രോൺസ് ഫ്രൈഡ് റൈസിൻ്റെതും പിസ്സൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് പലിച്ചക്ക് ചോറും പരിപ്പ് കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നോമ്പ് പിടിച്ച് ഇന്ന് പിസ്സ ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉച്ചക്കൊക്കെ മുന്നേ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പിസ്സൻ്റെ ഡോ സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന് ചെയ്യേണ്ടത് ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലൊന്ന് ഒരു 5 മിനിറ്റോ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ചെക്ക് ചെയ്യുമ്പം ഇങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ആയിട്ടോ, ഇല്ലെങ്കിൽ റീഡു ചെയ്യുക. ഞാനൊരു വട്ടം റീഡു ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മൈദ എടുത്തു, 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നേരത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റില്ലേ, ആ വെള്ളം ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് അത് വെച്ചിട്ട് ഞാൻ കുഴച്ചെടുത്ത് പോരാത്തതിനുള്ള വെള്ളം ഞാൻ പിന്നെയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓയിലും ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസി ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എണ്ണ ബൗളിൻ്റെ താഴെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഡോ കുറച്ച് ടൈമിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഞാൻ ഒരു ഫ്ലിങ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഐസുവിനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ഇതൊരു ഫസ്റ്റ് സെറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. കാരണം ഡ്രസ്സ് കിട്ടുമോയെന്നൊന്നും അറിയുണ്ടായില്ല. ജസ്റ്റ് പോയതേനു. ഇനി അനിയത്തിയൊക്കെ വന്നിട്ട് ഒന്നുകൂടി പോകണം. ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സ് എടുത്ത് ഇസുവിനുള്ള കിട്ടി. പിന്നെ കുറച്ച് സാധനം മൈദയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, മൈദ ഓയിലൊക്കെ, അത് വാങ്ങി. പിന്നെ ഇസുവിനുള്ള കുറച്ച് ക്ലിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, ബൂബു എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ബ്ലാക്ക് കളറായിരുന്നു. അപ്പം ഇസുവിനെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു ടോയ് കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതിനെ വാങ്ങിക്കൊടുത്ത് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനെ ഹഗ് ചെയ്ത് അതിലിങ്ങനെ ഫുള്ള് നടക്കുകയായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങൊക്കെ വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്ത് വിചാരിച്ച് ഓട്ടോ വിളിച്ച് പോകാൻ വിചാരിച്ച് അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് പുരയ്ക്ക് പോകുന്നത്. പുരയിൽ നിന്ന് ഇറങ്ങിയത് 2:30 ആയപ്പോഴൊക്കെയാണ്. അപ്പോൾ എത്തിയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് വന്നിട്ട് ഐസ് മാറ്റി അത് പൊരിച്ചെടുക്കലൊക്കെ റിസ്ക് ആയതും കൊണ്ട് ഞാൻ ചിക്കൻ പോപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഡോ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ പിസ്സ സോസ് ഞാൻ ആഡ് ചെയ്ത്, കഴിഞ്ഞ വട്ടം ഞാൻ ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയപ്പം ഉണ്ടാക്കിയ സെയിം സോസാണ് ഞാനിപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് മൊസറല്ല ചീസ് ഫസ്റ്റ് ഞാൻ ഇത്തിരി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ടൊമാറ്റോയും ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ചെറി ടൊമാറ്റോയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബോക്സ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞും കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇനഫല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇൻസ്റ്റൻ്റ്ലി. അങ്ങനെ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റായി. ഇനി ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെച്ച് അങ്ങനെ ബേക്ക് ചെയ്തെടുത്ത പിസ്സയാണിത്. ഇനി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള പ്രോൺസ് ഞാൻ മാരിനേറ്റ് ചെയ്യാണ്. ബേസിക് മാരിനേഷനാണ് ചെയ്തത്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് മാരിനേഷന് വെച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ പാനിൽ ഫസ്റ്റ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത്, എന്നിട്ട് സെയിം പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് പ്രോൺസ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ അതിന് പൊരിച്ചെടുത്ത്. ഞാൻ ഹെഡ് പീസ് യൂസ് ചെയ്യുന്നുണ്ടായില്ല, ബോഡി പീസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഫ്രൈഡ് റൈസിന്. അങ്ങനെ അത് നന്നായിട്ട് പൊരിച്ചെടുത്ത് മാറ്റിയിട്ട് സെയിം പാനിൽ ആ സെയിം ഓയിലിൽ നമുക്ക് ഓയിലിൻ്റെ അളവ് കുറക്കണമെങ്കിൽ കുറക്കാം,
എന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഓയിലിലോട്ട് ഉള്ളിയും ക്യാപ്സിക്കവും ക്യാരറ്റും സോട്ട് ചെയ്തെടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ള എല്ലാത്തിലും ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള പ്രോൺസും സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള എഗ്ഗും കുറച്ച് വിനെഗറും സോയാ സോസും ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. നമ്മളെ ഫ്ലേവറിനനുസരിച്ച് എത്ര വേണോ അത്രയ്ക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ പരിപാടിയുള്ളൂ. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോൺസ് ഫ്രൈഡ് റൈസും റെഡി ആയിട്ടോ. പതിവ് പോലെ അമ്മച്ചി ബാക്കി ജ്യൂസുകളും ബാക്കി വേണ്ടതൊക്കെ അമ്മച്ചി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും കടികളും കട്ട് ഫ്രൂട്ട്സൊക്കെ ആയി. അങ്ങനെ നോമ്പ് തുറക്കാൻ കട്ട് ഫ്രൂട്ട്സും കടികളും ഉണ്ടായി. ജ്യൂസ് ഉണ്ടായിരുന്നു, 3 ജ്യൂസ് ഉണ്ടായിരുന്നു അമ്മച്ചി ഉണ്ടാക്കിയത്. അങ്ങനെ പിസ്സ കണ്ടില്ലേ, നല്ലോണം പഫി ആയി വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ പ്രോൺസ് ഫ്രൈഡ് റൈസും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.